ഹലോ നമസ്കാരം, ഇടവേള റാഫിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ചെറിയൊരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ലൊക്കേഷനിലാണ്. മറ്റെവിടെയുമല്ല, വെള്ളാഞ്ചേരി തവനൂർ പഞ്ചായത്തിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന പഞ്ചായത്താണ് തവനൂർ. അവിടെ വെള്ളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് 7-ാം വാർഡിലാണുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്ത് മഹേഷ് കുറ്റിപ്പുറത്തിൻ്റെ വീട്ടിലാണ്. മറ്റൊരു സുഹൃത്തും സഹപ്രവർത്തകനുമായ അസീം വെളിയങ്കോട് രചനാ സംവിധാനം നിർവഹിക്കുന്ന ഏറ്റവും സമകാലിക വിഷയം കോർത്തിണക്കിയ MDMA എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവിയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഞാൻ എല്ലാവരും പരിചയപ്പെടുത്താം. അപ്പോൾ ഈ യൂട്യൂബിൽ സാധനം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് MDMA എന്ന ഷോർട്ട് മൂവി നിങ്ങൾ കാണാൻ മറക്കരുത്. പ്ലീസ് വെൽക്കം, ഒന്ന് കാണാം. അപ്പോൾ ഇതൊരു ആർട്ടിസ്റ്റാണ്, അറിയാം, ഓറഞ്ച് ബിഡിയ, അതുപോലെ തന്നെ മറ്റു വീഡിയോസൊക്കെ വളരെ സുപരിതമായ ഒരു മുഖമാണ്. റസിയ ഓറഞ്ച്. ഹായ്. എന്താ ചെയ്യുന്ന ക്യാരക്ടർ? ചെയ്യുന്ന ക്യാരക്ടർ ഒരു ടീച്ചർ ക്യാരക്ടറാണ്, ഒരു അമ്മ ക്യാരക്ടർ. ടീച്ചർ അമ്മയാണോ? അതെ, ടീച്ചർ അമ്മയായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇത്രയും കാലം ചെയ്ത ക്യാരക്ടറിനെ കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെ സൈലൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അസീമിക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചെയ്തൊക്കെ അപ്പോൾ ഓറഞ്ച് ബിഡിയൻ്റെ ഒരു യൂട്യൂബ് ചാനൽ, ഒരു വേറൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഇങ്ങനെ വന്നു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് കണ്ടന്റുകൾ ഇനിയും വേണം, കുറെ കൂടി ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പുതിയൊരു ഫേസ്ബുക്ക് പേജും കൂടെ പറഞ്ഞേക്കണേ, ടീം മാംഗോ ചില്ലി. മാംഗോ ചില്ലി, അത് കൊള്ളാലോ. അപ്പോൾ ഇനി നിങ്ങളൊരു വീഡിയോസ് അതിനകത്ത് കൂടി കാണാം അല്ലേ? തീർച്ചയായിട്ടും ടീം മാംഗോ ചില്ലിയിലും ഉണ്ടാവും. അപ്പോൾ താങ്ക് യു ടീച്ചറമ്മ, നന്നായിട്ട് അഭിനയിക്കുക, ഉഷാറാക്കുക. ഓക്കെ, താങ്ക് യു. ഇത് അബാൻ, എൻ്റെ മറ്റൊരു സുഹൃത്ത്, കലാഭവൻ അഷ്റഫിൻ്റെ മകനാണ്. പലതവണ സ്റ്റേറ്റ് വിന്നറായ ആളും കൂടി, മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് അല്ലേ? അബാൻ ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യണം? സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ചെയ്യുന്നത് അല്ലേ? ഷോർട്ട് മൂവിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്? ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാന്നുള്ളൊരു ഇതുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണം? +2 പഠിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം അബാൻ. ഇത് റസിയയുടെ മകനും കൂടിയാണ്. ഒരു ഹായ് പറഞ്ഞടാ. ഹായ് നൂഹ് ഇടാ. ഓക്കെ, ഇത് പ്രിയ കലാകാരൻ മുഹമ്മദ് പേരാമ്പ്ര. ഓക്കെ, മുഹമ്മദ് അതിനകത്ത് എന്ത് ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത്? ഞാനൊരു ഉപ്പാപ്പ തകർന്നു പോയ ഒരു കുടുംബത്തിൻ്റെ പഴയ ഒരു മലപണ്ഡിതൻ, ഇന്ന് ജീവിതത്തിൽ തോറ്റുപോയ ഒരു മകനെ കുറിച്ച് ഓർക്കുന്ന വിധവയായ ഒരു മകളുടെ ഉപ്പ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. അസീം സംവിധാനം ചെയ്യുന്ന പുതിയ വർക്കിലേക്ക് ഹൃദയമായ സ്വാഗതം. എല്ലാവർക്കും താങ്ക് യു. കാണുക, ഇത് പറയുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. താങ്ക് യു മുഹമ്മദ് ഖാൻ. ഇത് അസീം വെളിയങ്കോടിൻ്റെ സ്ഥിരം യൂട്യൂബിൽ കാണുന്ന ഒരു ആർട്ടിസ്റ്റും കൂടെ റഷീദ് വളാഞ്ചി. റഷീഖ, ഒരു സുഖമല്ലേ? സുഖമാണ്. ഇതിനകത്ത് എന്താ ക്യാരക്ടർ ചെയ്യാൻ പോകണം? ഞാൻ ഒരു മരമുറിക്കാരൻ്റെ ക്യാരക്ടറാണ്. ഞാനിപ്പോൾ അസീമിൻ്റെ കൂടിയിട്ട് ഒരു 72 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മുഹമ്മദ് കാക്കാനെ പോലത്തെ, അങ്ങനെ നിങ്ങളെപ്പോലത്തെ എല്ലാ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണാണ്. താങ്ക് യു റഷീദ് ഭായ്. പ്രിയ മഹേഷ് കുറ്റപ്പുറം മേക്കപ്പ് മാൻ കൂടിയാണ്, ആൾ അഭിനയിക്കുന്നുണ്ട്. പാഷ ചേച്ചിയാണ് അല്ലേ? ചേച്ചി എവിടെയാണ്? വടകര. ഓക്കെ, എന്തായാലും ഇത് ക്യാരക്ടർ എന്താ ഇതിനകത്ത്? ഇതിലെ മുഹമ്മദ് പേരാമ്പ്ര അദ്ദേഹത്തിന്റെ മകളായിട്ട് അഭിനയിക്കും. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. ഒരു ഹായ് പറഞ്ഞോളൂ. ബായ്. ഇത് പ്രിയപ്പെട്ട അനീഷ് തിരൂർ, ക്യാമറ. ഓക്കെ, അനീഷ് പ്രിയപ്പെട്ടെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്തേ ഇല്ല ഇപ്പോൾ ഓൾറെഡി ക്യാമറ റണ്ണിങ് ആണ്, അതൊക്കെ എല്ലാവരും കണ്ടും കേട്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവൻ തന്നെയല്ലേ അനീഷ് അല്ലേ? താങ്ക് യു. ബൈ. അത് ക്യാമറ സൈഡാണ്, ഒന്ന് പരിചയപ്പെടുത്തടോ. ഞാൻ സുമേഷ് ഫ്രം തിരൂർ മംഗലം. ഓക്കെ, ഇതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്, സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ്. അത് ആർട്ടിസ്റ്റാണ് എല്ലാവരും. ഇതെന്താ ഏത് ക്യാരക്ടർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്? അതിലുണ്ട് പറഞ്ഞേക്കണേ, അഭിനയിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്താ ക്യാരക്ടർ എന്താ? ഞാൻ നാസർ എന്ന് പറഞ്ഞിട്ട് കരടി നാസർ. ഓ, വെരി ഗുഡ്. കാണാൻ ലുക്ക് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. അത് അതുകൊണ്ട് അഭിനയത്തിൽ ഉണ്ടാവട്ടെ. ഓക്കെ, ഇത് പ്രിയപ്പെട്ട അത് പ്രദീപ്. ഞാൻ പറഞ്ഞോളൂ, ഇതിൻ്റെ പേര് നിങ്ങളുടെ ചോദ്യത്തെ പ്രദീപാണ്. പ്രദീപ് ആർട്ടിസ്റ്റ് മാത്രമല്ല, ഒരു അധ്യാപകൻ, മലയാള അധ്യാപകനും കൂടിയാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓറഞ്ച് ബിഡിയ ചാനലിലും ഒക്കെ നിങ്ങൾ ശരിയായിട്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ്. റസിയ ഓറഞ്ച് നേരത്തെ പരിചയപ്പെടുത്തില്ല, അവർ പേരായിട്ട് അഭിനയിക്കുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ? ഇതിൽ എന്താ സംഭവം എന്ന് പറയാം, ഒരു ഗൾഫ് എന്ന് വന്ന അങ്ങനെ ഒരു പ്രവാസി, അങ്ങനെ എന്തോ ആണ്, അങ്ങനെ ക്യാരക്ടറാണ്. അതെ, പ്രവാസി മുഖമൊക്കെ കഴുകിയിട്ടേ വെള്ളം ഇങ്ങനെ. അത് സാരില്ല, അതൊക്കെ നല്ല ഗുണം ചെയ്യും. അപ്പോൾ സാധാരണ ഇതിൽ പുള്ളിക്കുപ്പായം കാണുമ്പോൾ വേറൊക്കെ ഒരു പഴയ കാലത്തൊരു നല്ല ഫീൽ ഉണ്ട്. ഈ കോസ്റ്റ്യൂം തന്നെയാണ് മുഴുനീളിടുന്നത്? മുഴുനീളല്ല, ഞാൻ ഒറ്റ സീനിലില്ല, അങ്ങനെയാണ് ഡയറക്ടർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും അസീമിൻ്റെ വർക്കിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അസീമിൻ്റെ വർക്കിൽ ആദ്യമായിട്ടാണ്. ഞാൻ മുഹമ്മദ് പേരാമ്പ്ര വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിന് വളരെ വർഷങ്ങളായിട്ട് നാടകരംഗത്ത് അറിയാം, നാടകരംഗത്ത് ഒരു അധികായനാണ് അദ്ദേഹം. ഞാനും നാടകരംഗത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടൊപ്പം കൂടി ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റുക ഒരു സംഭവം കൂടി ഇതിലൂടെ നടക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ MDMA എന്ന് പറയുന്ന വർക്ക് എല്ലാവരും കാണുക.
കൂടെ നിൽക്കുക, സഹായിക്കുക. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായ ഷൂട്ടിങ്ങിലേക്ക് പോകാൻ പോകണം. സ്നേഹമുള്ളവർ, അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു പാട്ട് വരുന്നത് അതിൻ്റെ ലിറിക്സും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. നിങ്ങളുടെ പേര് ഒന്ന് പറയും. എൻ്റെ പേര് ഷിഹാബ്. സ്ഥലം എവിടെയാണ്? പുതുവനാനി. പുതുവന്നാണി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഷിഹാബാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്, ഇതിൻ്റെ മ്യൂസിക്കൊക്കെ. അപ്പോൾ എന്തായാലും MDMA എന്ന് പറയുന്ന ഈ ഷോർട്ട് മൂവി എല്ലാവരും കാണുക, കൂടെ നിൽക്കുക, സഹായിക്കുക അല്ലേ. വേറെ നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞങ്ങളെ എന്തായാലും ഒന്ന് വിജയിപ്പിക്കണം, നല്ലൊരു സപ്പോർട്ട് തരണം. നല്ലത്. തീർച്ചയായിട്ടും. താങ്ക് യു. ബൈ. സ്നേഹമുള്ളവർ, അപ്പോൾ എന്തായാലും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ കാണുക, കൂടെ നിൽക്കുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വർക്കിലേക്ക് പോകുന്നു. ഓക്കെ, താങ്ക് യു. ബൈ. സൈൻ ഓഫ്. ബൈ. ഇത് എഡിറ്റിംഗ് ഇല്ലാത്ത സ്പോട്ട് വീഡിയോ ആണ്, ഒരുപാട് പരിമിതികളുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും ക്ഷമിച്ചിരിക്കുക. ഞങ്ങളിത് ഷൂട്ടിങ്ങിലേക്ക് കടക്കുന്നു.